ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ ഒരുപാട് ആളുകൾക്ക് ചിന്താശക്തി കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പരാമർശം ഞാൻ ഇന്നലെ ഒരാളുടെ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ആ ലൈവിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം തകർത്തു, എൻ്റെ ജീവിതം നീ ആയിട്ട് തകർത്തു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരുടെ ജീവിതം തകർക്കാൻ ഇവരുടെ ഭർത്താവിനെ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടില്ല. ഇവരുടെ മക്കൾക്ക് ഇവർ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഞാൻ തട്ടിയെടുത്തിട്ടില്ല. ഇവരുടെ ജോലി സ്ഥലത്ത് പോയി ഇവരുടെ ജോലി ഞാൻ തട്ടിപ്പറിച്ചെടുത്തിട്ടില്ല. ഇവരുടെ വീട്ടിൽ പോയി ഞാൻ ഇവരുടെ വീട്ടിൽ കയറി താമസമാക്കിയിട്ടില്ല. ഇവരുടെ നാട്ടിൽ ഞാൻ കയറിപ്പോയിട്ടില്ല. ഇവരുടെ സൗഹൃദ ബന്ധത്തിനുള്ളിലേക്ക് കയറി ആ സൗഹൃദ ബന്ധത്തിൽ വിള്ളലുകൾ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഇവരുടെ ജീവിതം തകർത്തത് എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു. ഞാൻ ഒട്ടനവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ചിന്തകളെയാണ് ഞാൻ വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോകളിൽ തന്നെ ആ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ വീഡിയോകളിൽ നിന്ന് തന്നെ ചില പരാമർശങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ചില തെളിവുകളായിട്ട് വെച്ചുകൊണ്ട് ഞാൻ കുറച്ചധികം വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ ജീവിതം ഞാൻ തകർത്തു, ഇത് മാത്രമല്ല ഞാൻ ഒരുപാട് പേരുടെ ജീവിതം തകർത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം തകർക്കാനും മാത്രമുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തോ എന്ന് ഞാൻ വീണ്ടും ഒന്നും കൂടി എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പം അതിൽ ഞാൻ വളരെ മാന്യമായിട്ടാണ് വീഡിയോകൾ ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ വീഡിയോകൾ ഒരുപാട് പേരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ചില കാര്യങ്ങളിൽ നിന്നും റിക്കവർ ആക്കിയിട്ടുണ്ട്. ചില വ്യക്തികളുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോകൾ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്കതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ചിന്തയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലൊരു ചിന്തയ്ക്ക് ഉതകുന്ന ഒരു കമൻറ്റ് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് വായിച്ചു തരാം. വിമർശനങ്ങളെ ഭയക്കണം താത്ത. മറ്റൊരാളുടെ കുടുംബത്തിൽ എത്തി നോക്കാൻ പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെയും ഭർത്താവിനെയും നോക്കി ജീവിക്കുക. മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതെ അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കുക. അവർ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം, കുട്ടികൾ, ഭർത്താവ്, അങ്ങനെ നിങ്ങളുടെ സ്വന്തം വീഡിയോ ഇടും. അപ്പോൾ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഇനി ആരുടെയും കുറ്റവും കുറവും കളവും ഒന്നും കണ്ടുപിടിക്കാതെ അവരുടെ പിറകെ പോവാതിരിക്കുക. ചിലപ്പോൾ പടച്ചോൻ നമ്മളെ ആവും പരീക്ഷിക്കുക. ഇനി നിങ്ങളുടെ മാത്രം വീഡിയോ ഇട്ട് നല്ലൊരു സന്തോഷ ജീവിതം ഉണ്ടാകട്ടെ. മോളെ ഇവിടെ വാ. മോളാണോ മോനാണോ എന്തോ, പൊന്നാരക്കട്ടെ ഇവിടെ വാ, കുറച്ച് കാര്യം പറയാനുണ്ട്. വിമർശനങ്ങളെ ഭയക്കണം താത്ത. എന്തിന്? നമ്മൾ വിമർശനത്തിലൂടെ നേടിയെടുക്കുന്നത് സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു വിചിന്തനം, അല്ലെങ്കിൽ സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു നന്മയും തിന്മയുമാണ് വിമർശനം എന്ന് പറയുന്നത്. ഒരാൾ വിമർശിക്കാനുണ്ടായാൽ മാത്രമേ അവർ ചെയ്യുന്നതിലെ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ളത് അവർ പോലും ചിന്തിക്കുകയുള്ളൂ. അവർ ചിന്തിച്ചില്ല എങ്കിൽ അവർ കാരണം അപകടത്തിലായേക്കാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർ ചിന്തിച്ചോളും. അതിലൂടെ ഈ പറയുന്ന വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് മറ്റു വ്യക്തികൾ രക്ഷപ്പെട്ടോളും. അപ്പം വിമർശനങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. അപ്പം വിമർശനങ്ങളെ ഭയക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിമർശനങ്ങളെ ഭയമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിലെ നന്മയെയും തിന്മയെയും നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാം. പക്ഷെ അതിനു പകരം ചില വ്യക്തികൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ബന്ധങ്ങളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ സ്വഭാവ ദൂഷ്യമുള്ള ഒരു സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുത്തി തീർക്കുമ്പോഴും എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബവും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി അതല്ല ഞാൻ പറയാൻ വന്നത്, അവിടെ നില്ല്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എത്തി നോക്കാൻ പടച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. എക്സാക്റ്റ്. മറ്റുള്ളവർ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന അവരുടെ കുടുംബത്തിലേക്ക് നമുക്ക് എത്തി നോക്കാനുള്ള റൈറ്റ് നമുക്കില്ല. പക്ഷേ അവർ പരസ്യമാക്കുന്ന കാര്യങ്ങൾ, അവർ മറ്റൊരു പരസ്യമായിട്ടൊരു പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് ഇടുന്ന കാര്യങ്ങൾ,
അതിലെ നന്മ എന്ത് തിന്മ എന്ത്, അത് അവർ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം എല്ലാവർക്കുമുണ്ട്. മുമ്പ് ഗാന്ധിജി ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടൂലായിരുന്നു മോളെ. നമ്മുടെ കുട്ടികളെയും ഭർത്താവിനെയും നോക്കി ജീവിക്കുക, മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാതെ അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കുക, അവർ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ ഞാൻ അങ്ങോട്ട് കയറി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു വിമർശനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പുള്ളിക്കാരത്തി ചെയ്തത് എന്നെ വിമർശിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങി, യാതൊരു തെളിവുമില്ലാതെ ഞാൻ പണം വാങ്ങി എന്ന് അവർ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം എൻ്റെ അതേ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഇവർ അതേ കാരണം പറഞ്ഞുകൊണ്ട്, മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് പണം തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയുമ്പോൾ ഞാനത് മിണ്ടാതെ ഇരിക്കുന്നതിലൂടെ ഞാൻ എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് എനിക്ക് തോന്നി, ഞാനത് പബ്ലിക് ചെയ്തു. അതിന് പകരമായിട്ട് ആ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് മോൾക്കറിയാമോ? മോളാണോ മോനാണോ അറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വൈഫിനെ വിളിച്ച് ഇദ്ദേഹം സ്വഭാവ ദൂഷ്യമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഈ സ്ത്രീ എന്താണ് നേടിയത്? അപ്പൊ ഈ സമൂഹത്തിൽ ഒരുപാട് പേരെ കളവ് പറഞ്ഞ് ഇവർ ഇൻബോക്സിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ ചതിക്കണിയിലാക്കുകയും അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു മുൻകരുതൽ, ഒരു അവയർനെസ് വീഡിയോ എനിക്ക് ചെയ്യാൻ പാടില്ലേ? ഞാൻ ഈ സമൂഹത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? മനുഷ്യരൊക്കെയും സമൂഹ ജീവികളാണല്ലോ. അപ്പൊ പറയാമല്ലോ. അവരത് ചെയ്തിട്ടില്ല എന്നുള്ളത് അവര് പ്രൂവ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതം, കുട്ടികൾ, അങ്ങനെ നിങ്ങളുടെ സ്വന്തം വീഡിയോ ഇടൂ. എൻ്റെ സ്വന്തം വീഡിയോ ഇടണോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ വീഡിയോ ഇടണോ എന്നുള്ളത് ദാറ്റ് ഈസ് മൈ ചോയ്സ്. ഈ ലോകത്തെ എല്ലാ ആൾക്കാരും അവരുടെ വീഡിയോകളാണോ ഇടുന്നത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? മറ്റുള്ളവരുടെ വീഡിയോ കട്ടുകൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്ത് അവരുടെ മനസ്സിലുള്ള തോന്നലുകളെ അതിൽ അടിച്ചേൽപ്പിച്ച് എന്തൊക്കെ തോന്നിയാസം ചെയ്യുന്നവരെ എത്ര വീഡിയോകൾ ഇടുന്നുണ്ട്. എന്തായാലും ഞാൻ അത്രയും വലിയ വൃത്തിയോടൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. ഇനി ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. എന്നെ കുറ്റപ്പെടുത്തുന്ന ആള് എന്ന് പറയുന്നത് ആ തെറ്റ് ചെയ്യാത്ത ആളായിരിക്കണമല്ലോ. എന്നേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്യുന്ന, അതായത് ഇപ്പൊ എന്നെ മതപരമായ രീതിയിൽ എന്നെ ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീ മതപരമായ ചിട്ടയിലാണോ ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം മതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെയും എൻ്റെ രക്ഷകൻ്റെ, എൻ്റെ സൃഷ്ടാവിൻ്റെയും ഇടയിലുള്ള ഒരു സംഭാഷണമാണ്. അല്ലെങ്കിൽ ഞാനും എൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പം അത് എൻ്റെ സമൂഹത്തിൽ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഒരാളെയും ചൂഷണം ചെയ്യുന്നില്ല. പക്ഷെ അതേ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇതിങ്ങനെയല്ലേ അവർ ചെയ്യുന്നത് എന്ന ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അത് അവര് കുറച്ചുകൂടി നന്നായിട്ട് അത് നിങ്ങളുടെ സംശയം മാത്രമാണ്, ഞാൻ ഏറ്റവും നന്നായിട്ട് എൻ്റെ മതപരമായ ചിട്ടയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് പകരം പിന്നീട് അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞാൽ തുണി ഉരിഞ്ഞ് തലയിൽ കെട്ടിയിട്ട് ആടുകയാണ് ചെയ്തത്. ഇത് ഏത് തരം മതമാണ്, ഏത് തരം വിശ്വാസമാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ എന്നിട്ട് അതേ മതത്തിനെ വെച്ചിട്ട് എന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതെനിക്ക് ഇപ്പോൾ പൊതുസമൂഹത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ചെയ്യാനേ എന്നെ കൊണ്ട് പറ്റൂ. അപ്പൊ ആ വ്യക്തിക്ക് എന്നെ കുറ്റം പറയാൻ എന്തെങ്കിലും ഒരു യോഗ്യത വേണ്ടേ? എന്നെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ മതപരമായ കാര്യത്തിൽ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുമ്പോൾ അവര് ചെയ്യുന്ന എന്താണ്? ഉടുത്തിരിക്കുന്ന തുണി ഊരി തലയിൽ കെട്ടിയിട്ട് ആടുകയാണ് ചെയ്യുന്നത്. അവരാണ് എന്നെ കുറ്റം പറയുന്നത്. എൻ്റെ പൊന്നു മോളെ. ഇനി അവരുടെ പുറകെ പോവാതിരിക്കുക. അവരുടെ പുറകെ ഞാനല്ല മോളെ പോകുന്നത്, അവരെന്റെ പുറകെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പടച്ചവൻ നമ്മളെ ആവും പരീക്ഷിക്കുക. ഇനി നിങ്ങളുടെ മാത്രം വീഡിയോ ഇട്ട് നല്ലൊരു സന്തോഷ ജീവിതം, എൻ്റെ വീഡിയോ ഇടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം എൻ്റെ വീഡിയോ ഒക്കെ തന്നെയാണ് ഇടുന്നത്. പക്ഷെ പൊതുവിൽ വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പൊതുവായി സംസാരിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നോട് ഇപ്പോൾ സൗഹൃദം ഉണ്ടായിരുന്ന കുറേ ആളുകൾ
എൻ്റെ മറ്റ് സൗഹൃദക്കാരുടെ അടുത്ത് പോയി എന്നെക്കുറിച്ച് രഹസ്യമായി എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കുറേ അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് എൻ്റെ സൗഹൃദങ്ങളിൽ വിള്ളലേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ അവർ കേൾക്കുന്ന ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് മോളെ കുറ്റമായി മാറുന്നത്? അവർക്കും കൂടി അത് ചിന്തിക്കാനുള്ള ഒരു അവസരമല്ലേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്? പിന്നെ അതെങ്ങനെയാണ് മോശമായിട്ട് തോന്നുന്നത്? ഇനിയിപ്പോൾ ഇത്രയും നീട്ടി വലിച്ച് മോള് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത്രയും നീട്ടി വലിച്ചൊരു കമൻ്റ് ഇട്ട്, മോൾക്ക് കുടുംബമില്ലേ, മോൾക്ക് ഭർത്താവില്ലേ, മോൾ എന്തുകൊണ്ട് മോളുടെ കുടുംബവും മോളുടെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യം നോക്കി അനങ്ങാതിരിക്കാത്ത എന്തായിരുന്നു? എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് എന്തിനാണ്? മോൾക്ക് തോന്നി അഭിപ്രായം പറയണമെന്ന് അല്ലേ? അപ്പം അതുപോലെ തന്നെ എനിക്കും തോന്നി എനിക്ക് അഭിപ്രായം പറയണമെന്ന്. മോൾക്കില്ലാത്തൊരു കാര്യം എനിക്ക് കൂടുതലുണ്ട്, നട്ടല്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം കാണിച്ച് ഈ പൊതുസമൂഹത്തിൽ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതെങ്ങനെയാണ് മോളെ തെറ്റായിട്ട് മാറുന്നത്? ഇതൊരു കമൻറ്റിൽ കൂടി എനിക്ക് തീർക്കാമായിരുന്നു, പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കമൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു വീഡിയോ ആയിട്ട് ഇട്ടത്. തൃപ്തിയായിട്ടുണ്ടാവും അല്ലേ?